ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ജീവന്റെ കയ്യൊപ്പ്, അവയവദാനത്തിലൂടെ പുനർജനിക്കുന്ന പ്രതീക്ഷ. നമ്മുടെ ഒരു ചെറിയ തീരുമാനത്തിന് മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവയവദാനം. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെയോ അവയവങ്ങൾ മറ്റൊരാളിലേക്ക് മാറ്റിവെക്കുന്നതിലൂടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഈ പ്രക്രിയയെ മഹാദാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 13 അന്താരാഷ്ട്ര തലത്തിൽ ലോക അവയവദാന ദിനമായി ആചരിക്കുന്നു. സമൂഹത്തിൽ അവയവദാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുക, ആളുകളിലുള്ള തെറ്റിദ്ധാരണകളും ഭയവും മാറ്റുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ ദേശീയ അവയവദാന ദിനം ഓഗസ്റ്റ് 3 ആചരിക്കുന്നത്. ഇന്ത്യയിൽ അവയവം മാറ്റിവെക്കലിനായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആവശ്യത്തിനനുസരിച്ച് അവയവങ്ങൾ ലഭ്യമാകാത്തത് രാജ്യത്തെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ്. കൃത്യസമയത്ത് അവയവങ്ങൾ ലഭിക്കാത്തതാണ് പലപ്പോഴും രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് തനിയെ ശ്വസിക്കാൻ കഴിയില്ലെങ്കിലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കുറച്ചു സമയത്തേക്ക് ഹൃദയമിടിപ്പ് നിലനിർത്താനാകും. ഈ സമയത്ത് അവയവദാനം നടത്താം. ഒരു ദാതാവിന്റെ അവയവങ്ങളും കോശങ്ങളും ഉപയോഗിച്ച് പരമാവധി 8 പേരുടെ ജീവൻ രക്ഷിക്കാനും 75-ലധികം പേരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയും. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രീഷ്യസ്. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കാം? അത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. വെബ്സൈറ്റ് മുഖേന മാത്രമേ രജിസ്റ്റർ ചെയ്യുന്നത്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊരു ഡ്യൂപ്ലിക്കേഷൻ വരാതെയോ അല്ലെങ്കിൽ അത് ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കാൻ നിങ്ങൾക്ക് നോട്ടോയുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വെബ്സൈറ്റോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബന്ധുക്കൾ ഇത് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സന്നദ്ധത അറിയിച്ചിരുന്നാലും മസ്തിഷ്കമരണം നിർണയിച്ച സമയത്ത് അത് ബന്ധുക്കൾ സന്നദ്ധത അറിയിച്ചാൽ മാത്രമേ നമുക്ക് അവയവദാനം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഒരു ബന്ധു ഇതിനെ എൻ്റെ ബന്ധുവിൻ്റെ അവയവം നിങ്ങൾ ദാനം ചെയ്യേണ്ടത്. നമ്മളത് ഒന്നും ചെയ്യേണ്ടത്. ബന്ധു കിടക്കുന്ന ഏത് ആശുപത്രിയോ ആ ആശുപത്രി ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ സന്നദ്ധ അറിയിക്കണം. എൻ്റെ ബന്ധുവിൻ്റെ അവയവങ്ങൾ മരണശേഷം കൊടുക്കുവാൻ താല്പര്യമുണ്ടെന്ന് സന്നദ്ധ അറിയിക്കുകയും മസ്തിഷ്കമരണം നിർണ്ണയിക്കുന്നത് സാധാരണ 4 പേരടങ്ങുന്ന ടീമാണ്. 6 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. സർട്ടിഫൈ ചെയ്ത് സ്ഥിരീകരിച്ച ശേഷം ആശുപത്രി കേസോട്ട് അറിയിക്കും. ബാക്കിയുള്ള ഏകോപനങ്ങളെല്ലാം കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷനാണ് നടത്തുന്നത്. അതുകൊണ്ട് ആളുകൾക്കുള്ള ആശങ്ക സ്വകാര്യ ആശുപത്രിയിലാണ് മരണം സംഭവിച്ചത്, അവരിത് അവയവങ്ങൾ കൊടുത്ത് പൈസ ലാഭിക്കുമോ അങ്ങനെയൊക്കെ ഉള്ള ആശങ്കകളുണ്ട്. അത് അങ്ങനെ ഒന്നുമല്ല. മസ്തിഷ്കമരണം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആശുപത്രിക്ക് അവയവവിന്യാസത്തിന് യാതൊരുവിധ റോളുമില്ല. ഏത് സ്വീകർത്താവിനാണ് അവയവം കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നതെല്ലാം നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാണ്. ആ വെയിറ്റിംഗ് ലിസ്റ്റിലെ സ്വീകർത്താവിനെ തിരഞ്ഞെടുക്കാൻ ആശുപത്രിയെ നിർദ്ദേശിക്കുന്നത് കേസോട്ടോ ആണ്. അതിനുശേഷം ആ രോഗി എന്തെങ്കിലും കാരണവശാൽ അന്നേ ദിവസം ശസ്ത്രക്രിയക്ക് വിധേയമാകാൻ ആരോഗ്യപരമായ കാരണങ്ങൾ പറ്റില്ലെങ്കിൽ മാത്രമേ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ 2ാമത്തെ ആളെ തിരഞ്ഞെടുക്കാൻ അവർ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ആണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ലോകത്ത് വിജയകരമായി നടന്ന ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ 1954 ഡോക്ടർ ജോസഫ് മുറേയുടെ നേതൃത്വത്തിലാണ് നടന്നത്. റൊണാൾഡ് ലീ ഹെറിക് എന്ന വ്യക്തി തന്റെ ഇരട്ട സഹോദരന് വൃക്ക ദാനം ചെയ്തതായിരുന്നു ഈ ചരിത്ര സംഭവം. ഈ വലിയ നേട്ടത്തിന് 1990 ഡോക്ടർ ജോസഫ് മുറേയ്ക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. അവയവദാനം പ്രധാനമായും 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വമനസാലെ ഒരു വൃക്കയോ കരളിന്റെ ഒരു ഭാഗമോ ദാനം ചെയ്യുന്ന രീതിയാണിത്. ഇതിന് ദാതാവിന് പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കണം.
രണ്ടാമത്തെ അവയവദാനം മരണാനന്തര അവയവദാനമാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ബന്ധുക്കളുടെ സമ്മതത്തോടെ നടത്തുന്ന അവയവദാനം ഹൃദയം, കരൾ, വൃക്കകൾ, ശ്വാസകോശം, പാൻക്രിയാസ്, കണ്ണിന്റെ കോർണിയ, ചർമ്മം തുടങ്ങിയവ ഈ രീതിയിലൂടെ ദാനം ചെയ്യാം. 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പുവയ്ക്കാം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വ്യക്തിയായിരിക്കണം. ദാനത്തിന് തയ്യാറാകുന്ന വ്യക്തി മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങാതെ സ്വമനസാലെ തീരുമാനമെടുക്കണം. അവയവദാനവുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നു. അവയവം ദാനം ചെയ്താൽ ശരീരം വികൃതമാകും, അവയവദാനത്തിന് പണം ലഭിക്കും, പ്രായമായവർക്ക് ദാനം ചെയ്യാൻ കഴിയില്ല എന്നിവയെല്ലാം തെറ്റായ ധാരണകളാണ്. വിദഗ്ധരായ ഡോക്ടർമാർ സാധാരണ ശസ്ത്രക്രിയ പോലെയാണ് ഇത് നിർവഹിക്കുന്നത്. ആരോഗ്യവാന്മാരാണെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തി ദാനം ചെയ്യാവുന്നതാണ്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ്. ഇപ്പോഴും മരണാനന്തര അവയവദാനത്തെക്കുറിച്ച് ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയ്ക്ക് കുറച്ച് ആശങ്കകളും വ്യക്തതക്കുറവുമുണ്ട്. ആ വ്യക്തതക്കുറവ് നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ടൈം ബൗണ്ടായിട്ട് ഞങ്ങൾ കേരളത്തിൽ ഏകദേശം 600ഓളം ഡോക്ടർമാരെ മസ്തിഷ്ക മരണ നിർണയം എങ്ങനെയാണ് നടത്തേണ്ടത്, ശാസ്ത്രീയമായി എങ്ങനെയാണ് നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് രോഗികളുടെ ബന്ധുക്കളായിട്ട് സംവദിക്കേണ്ടതെന്നുള്ള കാര്യവും എങ്ങനെ അവരെ അവയവദാന സന്നദ്ധരാക്കുവാൻ കൗൺസിലിംഗ് നൽകണമെന്നുള്ളതും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ഇതിനോടൊപ്പം നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ഥായിയായ അവയസ്തംഭനാവസ്ഥയ്ക്ക് അവയവം മാറ്റിവെക്കലാണ് ചികിത്സ, അതല്ലാതെ വേറെ ഒരു ചികിത്സയും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും കേസോട്ടയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ട്രാൻസ്പ്ലാന്റ് ലൈസൻസ് ഉള്ള ആശുപത്രികളുടെ പേരുകൾ വിവരം ലഭിക്കും. അപ്പോൾ അവരുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ ആശുപത്രിയിൽ പോയി അവയവ കൈമാറ്റ ശസ്ത്രക്രിയക്കായി രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്യണം. നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അവയവം ലഭിക്കുകയുള്ളൂ. രജിസ്റ്റർ ചെയ്താലേ സമൂഹത്തിനും മനസ്സിലാവുള്ളൂ ഇത്രയും ആൾക്കാർ അവയവങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നും ഇത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാന ആരോഗ്യ പ്രവർത്തനമാണെന്നും സമൂഹത്തിനും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കുമെല്ലാം ബോധ്യവുമാവുള്ളൂ. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും നോട്ടോയും അഥവാ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനും ചേർന്ന് ഓഗസ്റ്റിൽ ഒരു പുതിയ ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജുഗ് ജുഗ് ജിയോ പ്രചാരണം. അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും അവയവദാതാക്കളുടെ കുടുംബങ്ങളെ ആദരിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്രചാരണ പരിപാടിയാണിത്. കുടുംബത്തിനുള്ളിൽ അവയവദാനത്തെക്കുറിച്ച് തുറന്ന ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. भारत में आज बहुत सारे लोग हैं जिन्हें अंग उनके फेल हो गए हैं और उन्हें ऑर्गन ट्रांसप्लांट की आवश्यकता है, लेकिन हमारे पास बहुत बड़ी संख्या में जो ह्यूमन ऑर्गन डोनर्स हैं वो उपलब्ध नहीं हैं. हालांकि बीते 12 वर्षों में इस गैप को हमने काफ़ी हद तक कम किया है. यानी धीरे धीरे समाज में जागरूकता बढ़ रही है और हम अपने अंग को दान करके किसी व्यक्ति को नया जीवन दे सकते हैं. हमने आज इस अवसर पे जुग जुग जियो अभियान को प्रारंभ किया है. ये अभियान देश के आम जनमानस के बीच में अंगदान के महत्व को लेकर जाएगा. അവയവ കൈമാറ്റ പ്രക്രിയകൾ കൂടുതൽ സുതാര്യവും വേഗതയുള്ളതുമാക്കാൻ കേന്ദ്ര സർക്കാർ വികസിപ്പിച്ച പുതിയ ഡിജിറ്റൽ സംവിധാനമാണ് ഈ പ്രത്യാരോപൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. സർക്കാരിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ആധാർ അധിഷ്ഠിതമായി അവയവദാന സമ്മതപത്രം നൽകിയവരുടെ എണ്ണം ഇതിനകം 5 ലക്ഷം പിന്നിട്ടിട്ടുണ്ട്. കൂടാതെ പ്രതിവർഷം നടക്കുന്ന അവയവ മാറ്റ ശസ്ത്രക്രിയകളുടെ എണ്ണത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്ത് 3ാം സ്ഥാനത്താണ്. കേരളത്തിൽ അവയവദാന പ്രക്രിയകൾ സുതാര്യമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കുന്നത് കേസോട്ടോ അഥവാ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനാണ്. സംസ്ഥാനത്തെ ഔദ്യോഗിക മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയായ മൃതസഞ്ജീവനി വഴി നിരവധി ആളുകൾക്കാണ് പുതിയ ജീവിതം ലഭിക്കുന്നത്. ഇന്ന് നിരവധി പേർ അവയവദാനത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്നുണ്ട്. 10 മാസം മാത്രം പ്രായമുള്ള
ആലൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ അടുത്തിടെ ദാനം ചെയ്ത സംഭവം പ്രധാനമന്ത്രി മൻ കി ബാത്തിലും പരാമർശിച്ചിരുന്നു. केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है. महज 10 महीनों में वो इस दुनिया से चली गई, लेकिन इतने गहरे दर्द के बीच भी आलिन के पिता अरुण अब्राहम और मां शेरिन ने एक ऐसा फैसला लिया जिससे हर देशवासी का हृदय उनके प्रति सम्मान से भर गया है. उन्होंने आलिन के अंगदान का फैसला किया. आलिन शेरिन अब्राहम आज हमारे बीच नहीं है, लेकिन उसका नाम देश के कम उम्र की ऑर्गन डोनर्स में जुड़ गया है. അവയവദാനം ജീവൻ രക്ഷിക്കുന്ന മഹത്തായ ഒരു പ്രക്രിയയാണെങ്കിലും ഇതിന്റെ മറവിൽ നടക്കുന്ന അനധികൃത അവയവ കച്ചവടവും അവയവക്കടത്തും ആഗോളതലത്തിലും ഇന്ത്യയിലും വലിയൊരു സാമൂഹിക നിയമപ്രശ്നമായി നിലനിൽക്കുന്നു. നിയമപരമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭത്തിനായി പ്രതിഫലം നൽകിയോ അല്ലെങ്കിൽ വ്യാജരേഖകൾ ചമച്ചോ നടത്തുന്ന അവയവ കൈമാറ്റത്തെയാണ് അനധികൃത അവയവ കച്ചവടം എന്ന് വിളിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും പാവപ്പെട്ടവരെയും ഇടനിലക്കാർ മൂലം തുച്ഛമായ തുക വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനിരയാക്കുന്നു. ബന്ധുക്കളല്ലാത്ത ആളുകളെ ബന്ധുക്കളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ തിരിച്ചറിയൽ രേഖകളും റേഷൻ കാർഡുകളും ഇതിനായി നിർമ്മിക്കുന്നു. രോഗികളിൽ നിന്നും സ്വീകർത്താക്കളിൽ നിന്നും ഇടനിലക്കാരും മാഫിയ സംഘങ്ങളും ലക്ഷക്കണക്കിന് രൂപ കമ്മീഷനായി കൈപ്പറ്റുന്ന സംഭവങ്ങളും നാം കേൾക്കാറുണ്ട്. ഇന്ത്യയിൽ അവയവങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ്. 1994 പാസാക്കിയ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പ്രകാരം അവയവങ്ങൾക്ക് പ്രതിഫലമായി പണമോ മറ്റാനുകൂല്യങ്ങളോ നൽകുന്നതും വാങ്ങുന്നതും പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. അനധികൃത അവയവ കച്ചവടത്തിലേർപ്പെടുന്ന ഇടനിലക്കാർക്കും ഇതിന് ഒത്താശ ചെയ്യുന്ന ആശുപത്രി അധികൃതർക്കും തടവ് ശിക്ഷയും വൻതുക പിഴയും ചുമത്താൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്റെ അടുത്ത ബന്ധുവല്ലാത്ത ഒരാൾക്ക് അവയവം ദാനം ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അപ്രൂവൽ കമ്മിറ്റിയുടെ കൃത്യമായ പരിശോധനയും അനുമതിയും നിർബന്ധമാണ്. തട്ടിപ്പുകൾ തടയുന്നതിനായി നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. സർക്കാർ ഏജൻസികളായ ദേശീയ തലത്തിൽ നോട്ടോ വഴിയും സംസ്ഥാന തലത്തിൽ കേസ് ഓട്ടോ വഴിയും മാത്രമാണ് ഔദ്യോഗികമായി മരണാനന്തര അവയവമാറ്റം മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത്. ആധാർ ലിങ്ക് ചെയ്ത സംവിധാനങ്ങളിലൂടെയും കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രത്യാരോപൺ പോർട്ടൽ വഴിയും പ്രക്രിയകൾ സുതാര്യമാക്കുന്നു. അനധികൃത ഏജന്റുമാർക്കും വ്യാജരേഖ ചമയ്ക്കുന്ന മാഫിയ സംഘങ്ങൾക്കുമെതിരെ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ കർശന പരിശോധനകളും നടപടികളും സ്വീകരിച്ചു വരുന്നു. 35 വർഷങ്ങൾക്ക് മുൻപ് മോഹൻ എന്ന തന്റെ മകന് വൃക്ക ദാനം ചെയ്ത അമ്മയായ ശ്രീമതി തങ്കമ്മ, എൻ്റെ മകന് ഇങ്ങനെ വൃക്ക മാറ്റി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തി. എന്നാലും എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഞാൻ കൊടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് അതേപ്പറ്റി ഒരു ബുദ്ധിമുട്ടുമില്ല. വൃക്ക മാറ്റി വെച്ചത് അല്ല, കൊടുത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അവയവദാനം സ്നേഹത്തിന്റെയും ജീവന്റെയും ദാനമാണ്. അതൊരിക്കലും ഒരു കച്ചവട ചരക്കാക്കരുത്. ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങൾ വഴി മാത്രം അവയവദാന പ്രക്രിയകളിൽ പങ്കാളികളാകുക. മാറ്റിവെക്കാൻ ഒരു അവയവം ലഭിക്കാത്തതിനാൽ ദിവസേന അനേകം ജീവനുകളാണ് നമുക്ക് ചുറ്റും പൊലിയുന്നത്. നമ്മൾ ഒപ്പിടുന്ന ഒരു സമ്മതപത്രം അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഒരു തീരുമാനം നാളെ ഒരാൾക്ക് പുനർജന്മമേകാം. മരണശേഷവും മറ്റൊരാളിലൂടെ ജീവിക്കുക എന്ന ഉദാത്തമായ സന്ദേശം ഉൾക്കൊണ്ട് അവയവദാനത്തിന് തയ്യാറാകാൻ ഈ ലോക അവയവദാന ദിനത്തിൽ ഓരോ വ്യക്തിക്കും പ്രേരണയുണ്ടാകട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.